കഅബാലയത്തിന്റെ ചുമര് കഴുകാനുള്ള വലിയ ഭാഗ്യം കിട്ടി സയ്യിദ് അവറുകൾക്ക്. ആ ചടങ്ങിൽ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ നേരെ മടവൂരിലേക്കാണ് വന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, CM വലിയുള്ളാന്റെ ജനാസ കുളിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അവിടുത്തെ പുറം കഴുകി കൊടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്, ആ ഒരൊറ്റ പുണ്യം കൊണ്ടാണ് പരിശുദ്ധമായ കഅബാലയം കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അല്ലാതെ ഒരു യോഗ്യതയും എനിക്കില്ല. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങള് താഴ്മയോടുകൂടി പറയുകയാണ്, CM വലിയുള്ളാഹിയുടെ പുണ്യമായ ശരീരം വളരെ അതവോടുകൂടി കഴുകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ്, അത് ഞാനൊരു പുണ്യമായി കരുതി ചെയ്തത് കൊണ്ടാണ് പരിശുദ്ധ കഅബാലയം കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. എന്റെ കയ്യിൽ ഒരു അമലുമില്ല, എന്റെ ശൈഖിന് ഹിദ്മത്തെടുത്തതല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ചാരത്ത് ഒപ്പം കൂടിയ ആളാണല്ലോ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഒരു സയ്യിദാണ്, നന്നായി കിതാബ് ഓതി പഠിച്ച ഒരു പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയെ നന്നായി മനസ്സിലാക്കി തനിക്ക് ഒപ്പം കൂടാൻ പറ്റുന്ന ആളാണെന്ന് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ഒപ്പം ഖിദ്മത്തിലായി കൂടുകയാണ്. ഒരു സയ്യിദ് ഖിദ്മത്ത് എടുക്കുന്നതിൽ CM വലിയുള്ളാഹിക്ക് സയ്യിദാണല്ലോ എന്ന നിലയിൽ ബഹുമാനപ്പെട്ടവർക്ക് പ്രയാസമുണ്ട്. അതേ സമയത്ത് തങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഗണിക്കണമെന്ന ആ നിയ്യത്തോടെ CM വലിയുള്ളാഹിന്റെ ഒപ്പം നടക്കുകയാണ്. തങ്ങളോടൊപ്പം ഹജ്ജിന് പോയ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, എത്ര കറാമത്തുകളാണ് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത്, ഉണ്ടാകുന്നത്. ഒരാൾക്ക് രോഗമാകുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളുടെ ചാരത്തേക്ക് ചെന്ന് വിഷയം പറയുമ്പോ പെട്ടെന്ന് അതിന് പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്നുള്ള പരിഹാരം. രോഗികൾ വന്ന് തങ്ങളുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ പറയുമ്പോ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി പറയാറുള്ളത് പോലെ ചില വാക്കുകൾ തങ്ങളങ്ങ് പ്രയോഗിക്കുകയാണ്. അത് വല്ലാത്ത കറാമത്തായി അനുഭവപ്പെടുകയാണ്. കഠിനമായ തണുപ്പുള്ള സമയത്ത് ഞങ്ങൾ മദീനയിലെത്തി. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയെ നന്നായി മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ റസൂലുള്ളാഹിന്റെ ചാരത്ത് പോയിട്ട് കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി പറയുന്നു. സുബ്ഹാനല്ലാഹ്, അന്ന് രാത്രി തന്നെ കഠിനമായ തണുപ്പ് പോയത് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഒരുപാട് കറാമത്തുകൾ ഉണ്ടായപ്പോ CM ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, മോനെ, ഞാൻ ക്ലീനർ പണിയെടുത്തിട്ട് ഡ്രൈവറായ ആളാണ്. അതൊരു തമാശ പറഞ്ഞതായിരുന്നു. അത് പിന്നീട് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ വിശദീകരിച്ചു, ഞാൻ CM വലിയുള്ളാഹിയുടെ ക്ലർക്ക് ആയിരുന്നില്ല, മറിച്ച് CM വലിയുള്ളാഹിയുടെ കാല് തടവി കൊടുക്കലാണ്, വെള്ളം ചൂടാക്കി കുളിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കലാണ്, അവിടുത്തെ ഡ്രസ് അലക്കി കൊടുക്കലാണ്, ഞാൻ അവിടത്തേക്ക് ഹിദ്മത്ത് ചെയ്തതാണ്. ഇതാണ് എന്റെ കയ്യിലുള്ള അറിവ്, അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള അമല്, ഇതാണ് എനിക്കുള്ള അമല്. ഈ ഒരൊറ്റ അമല് കാരണമായി എനിക്ക് അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തു. ഇതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് പ്രകടമായതെങ്കിലും ഇതെല്ലാം നീ വേണമെങ്കിൽ ആളുകളോട് പറഞ്ഞോ, പക്ഷേ പറയുമ്പോ CM വലിയുള്ളാഹിന്റെ കറാമത്തായി പറഞ്ഞാൽ മതി. ഇതൊക്കെ എന്റെ ശൈഖിന്റെ കറാമത്താണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയോടൊപ്പം ജീവിച്ചതിന്റെ, അല്ലെങ്കിൽ ഒപ്പം ഖിദ്മത്ത് ചെയ്തതിന്റെ അനുഭവങ്ങളാണ്, പ്രതിഫലനങ്ങളാണെന്ന് വളരെ താഴ്മയോടുകൂടി ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പറയുകയാണ്. കഅബാലയത്തിന്റെ ചുമര് കഴുകാനുള്ള വലിയ ഭാഗ്യം കിട്ടി സയ്യിദ് അവറുകൾക്ക്. ആ ചടങ്ങിൽ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ നേരെ മടവൂരിലേക്കാണ് വന്നത്. ആ സമയത്ത്
സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, CM വലിയുള്ളാന്റെ ജനാസ കുളിപ്പിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, അവിടുത്തെ പുറം കഴുകി കൊടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ്, ആ ഒരൊറ്റ പുണ്യം കൊണ്ടാണ് പരിശുദ്ധമായ കഅബാലയം കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അല്ലാതെ ഒരു യോഗ്യതയും എനിക്കില്ല. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ താഴ്മയോടുകൂടി പറയുകയാണ്, CM വലിയുള്ളാഹിയുടെ പുണ്യമായ ശരീരം വളരെ അതവോടുകൂടി കഴുകാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ്, അത് ഞാനൊരു പുണ്യമായി കരുതി ചെയ്തത് കൊണ്ടാണ് പരിശുദ്ധ കഅബാലയം കഴുകാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. എന്റെ കയ്യിൽ ഒരു അമലുമില്ല, എന്റെ ശൈഖിന് ഹിദ്മത്തെടുത്തതല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പറയുകയാണ്, വലിയ കറാമത്തുകൾ അവരുടെ ജീവിതത്തിൽ പ്രകടമായിരുന്നു. എന്നാൽ ആ കറാമത്തുകളൊക്കെ പ്രകടമായപ്പോ അവിടെ നിന്ന് പറഞ്ഞത് എന്റെ ശൈഖിന്റെ കറാമത്താണ്, എന്റെ ശൈഖുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയത്. വഫാത്തിന്റെ സമയത്ത് മഹാനവറുകൾ കലിമ ചെല്ലുന്നതിന്റെ മുമ്പായി തന്റെ ശൈഖിന്റെ പേരങ്ങ് വിളിക്കുകയാണ്, CM വലിയുള്ളാഹി. അവിടുത്തെ പേര് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ കലിമ ചൊല്ലിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്നത്.